പ്രൈസലോ കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവദിനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 19-ാമത്തെ വാക്യം. താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതനാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കണമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമായിരിക്കണമെന്ന് ദൈവം നമുക്കൊരു കൽപ്പന തരികയാണ്. ഇതോടെ നമ്മുടെ ദൈവ നിയമത്തിന്റെ ദൈവമാണെന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും, വ്യക്തം ചെയ്യാൻ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പന പ്രമാണിക്കുക, നിയമം പ്രമാണിക്കുക. ഇപ്പം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട്, അതുപോലെ ലേവ്യ, സംഖ്യ, ആവർത്തനമൊക്കെ വായിക്കുമ്പോൾ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്ന പുസ്തകങ്ങളാണ്. അത് പാലിക്കുവാൻ അന്നത്തെ കാലഘട്ടത്തിലെ ജനവും ഇന്നത്തെ കാലഘട്ടത്തിലെ ജനവും ബാധ്യസ്ഥരാണ്. ഭൂമിയിലുള്ള എല്ലാ നിയമങ്ങളും നാം പാലിക്കുന്നത് പോലെ ദൈവിക നിയമം നാം പാലിക്കണം. പ്രൈസലോ. ദൈവിക നിയമം നമ്മൾ പാലിച്ചില്ലെങ്കിൽ താൽക്കാലികമായി രക്ഷപ്പെട്ടാലും പക്ഷെ ദൈവം നമ്മെ ന്യായവിധിയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നിയമത്തിന്റെ ദൈവം ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് കർത്താവായ യേശുവിന്റെ പുതിയ നിയമ രക്തത്താലാണ് നമ്മെ ഉടമ്പടി ചെയ്യുന്നത്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും നിയമത്തിന്റെ ദൈവമാണ് നാം ആരാധിക്കുന്ന യേശു കർത്താവ് എന്ന് പറയുന്നത്. വചനം പറയുന്നത്, ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ അവന് സ്വന്തം ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ ഹല്ലേലൂയ സകല ജാതികളും, ദൈവം ഉണ്ടാക്കിയതാണ് സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതനാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹല്ലേലൂയ വിശുദ്ധ ജനമായിരിക്കുമെന്നും ഹല്ലേലൂയ ഇന്ന് നിന്റെ വാമൊഴി ഹല്ലേലൂയ വാങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നിയമവ്യവസ്ഥയെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ രക്തം ഹല്ലേലൂയ നമുക്ക് വിലയ്ക്ക് വരുന്നു. പുതിയ നിയമം കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഹല്ലേലൂയ നാം ചെയ്തു പോയ സകല പാപങ്ങളും അകൃത്യങ്ങളും തെറ്റുകുറ്റങ്ങളും അവന്റെ രക്തത്താൽ നമുക്ക് കഴുകൽ വിശുദ്ധീകരണം തന്ന് നമ്മെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ നാം പ്രധാനമായും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വേണം ഈ ഭൂമി ജീവിക്കുവാൻ. ഹല്ലേലൂയ. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനും ഇഷ്ടമുള്ളതുപോലെ നടക്കുവാനും ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുവാനും വിശുദ്ധ വേദപുസ്തകം നമുക്ക് അവകാശം തരുന്നില്ല. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്ന വ്യവസ്ഥയാണ്. വ്യവസ്ഥ പാലിക്കുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ അവസ്ഥ കണ്ട് ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്നവർക്കാണ് അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ദൈവവചനത്തെ അലക്ഷ്യമാക്കി കാണാതെ വളരെ ക്ഷമയോട് കൂടിയിരുന്ന് ദൈവവചനം വായിച്ച് അതിനകത്ത് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സ്നേഹാദരവോടുകൂടിയുള്ള സന്ദേശങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ഹൃദയത്തിനകത്ത് നിങ്ങൾ പകർത്തണം. പ്രൈസലോ. അപ്പം ദൈവത്തിന് എന്താണ്? വളരെ സ്നേഹത്തോടു കൂടിയിരുന്ന് താഴ്മയോടു കൂടിയിരുന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ വായിച്ച് ഹൃദയത്തിനകത്ത് കൊണ്ടുവരണം. വചനത്തെ ഒരിക്കലും അലക്ഷ്യമാക്കി കളയുവാൻ ദയാകരുത്. ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദിമസഭയുടെ കാലഘട്ടങ്ങളിലെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു പാരമ്പര്യ കഥ അന്നും ഇന്നുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ പാരമ്പര്യ കഥ? ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഗുണ്ടഡ് ബോറസ് എന്ന് പറയുന്ന രാജാവ് തോമസിന്റെ ദൈവിക ശക്തിയും സാമർഥ്യവും കണ്ടിട്ട് അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഹല്ലേലൂയ. എനിക്കൊരു കൊട്ടാരം കെട്ടിത്തരാമോ എന്ന് ചോദിച്ചു. അതിന് തോമസ് സമ്മതിച്ചു.
പണങ്ങളെല്ലാം തോമസ് ലീഹ വാങ്ങി സാധുക്കളെ സഹായിക്കാൻ തുടങ്ങി. അപ്പൊ തോമസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ തോമസിൽ കൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഗുണ്ടട്ട് ബോറസ് എന്ന് പറയുന്ന രാജാവ് തോമസിനെ വിളിക്കുകയും നീ എനിക്കൊരു കൊട്ടാരം കെട്ടിത്തരണം. അത് തോമസ് സമ്മതിച്ചു. ഹല്ലേലൂയ. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന സകല പണങ്ങളും കൊണ്ടുപോവാ. അങ്ങനെ രാജാവിന്റെ കയ്യിലിരുന്ന പണം മുഴുവൻ വാങ്ങി തോമസ് സാധുക്കളെ സഹായിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. കണ്ടു ജനത്തിന് വലിയ ആശ്ചര്യം തോന്നി, രാജാവിന് വലിയ ആശ്ചര്യം തോന്നി. ഓരോ ദിവസം ചെല്ലുന്തോറും രാജാവിന്റെ ആമിസ്തോത്രം ഖജനാവിലെ പണം കുറയുന്നു. സാധുക്കൾക്ക് തോമസ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ പണി ഒട്ടും നടന്നിട്ടുമില്ല. ഹല്ലേലൂയ. പല മാസങ്ങൾ കഴിഞ്ഞു. രാജാവ് തോമസിനോട് ചോദിച്ചപ്പോൾ, അല്ലയോ രാജാവേ, ഭൂമിയിൽ കെട്ടുന്ന കൊട്ടാരങ്ങളെല്ലാം നശിച്ചു പോകുന്നവയാണെന്ന് തോമസ് രാജാവിനോട് പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങൾക്കായി കെട്ടിയിരിക്കുന്ന കൊട്ടാരമോ അത് നിത്യകാലമായി നശിക്കാതിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് കൊട്ടാരം കെട്ടുന്നതിന് വേണ്ടിയാണ് പണത്തെ സാധുക്കൾക്കും അനാഥന്മാർക്കും കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ തോമസിന്റെ മറുപടി ഈ രാജാവിന്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ചു. എന്ന് പറഞ്ഞാൽ, രാജാവ് തന്ന പണങ്ങൾ കൊണ്ട് ഞാനിവിടെ കൊട്ടാരം കെട്ടിക്കഴിഞ്ഞാൽ, ആ കൊട്ടാരം കെട്ടി രാജാവിന് തന്നു കഴിഞ്ഞാൽ രാജാവ് കുറച്ചു കാലങ്ങൾ അതിനകത്ത് സുഖസന്തോഷമായി ജീവിക്കും. അത് കഴിഞ്ഞ് രാജാവ് മരിക്കും. രാജാവ് മരിച്ചു കഴിയുമ്പം പിന്നീട് ആരെങ്കിലും എന്റെ അവകാശം സ്ഥാപിച്ചാലും ആ കൊട്ടാരം ഇവിടെ നശിച്ചു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിലെ കൊട്ടാരമല്ല ഞാൻ രാജാവിന് കെട്ടുന്നത്. രാജാവ് തന്ന പണം മുഴുവൻ ഇവിടുത്തെ സാധുക്കൾക്കും അനാഥന്മാർക്കും ഞാൻ കൊടുത്തു. അതുകൊണ്ട് സ്വർഗത്തിലെ കൊട്ടാരം, എന്നേക്കും നിലനിൽക്കുന്ന കൊട്ടാരം, നിത്യമായ കൊട്ടാരം, ദൈവരാജ്യത്തിൽ രാജാവിന് വേണ്ടി പണിയുകയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നിത്യമായ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞ രാജാവ് തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കാൻ കാരണമായി. തനിക്കൊരു നിത്യമായ കൊട്ടാരമുണ്ട്, ഒരു നിത്യമായ ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ രാജാവ് സ്തോത്രം തോമസിന്റെ വാക്കുകൾ കേട്ട് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോസ്തലനായ തോമസിന് സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇത് സംഭവിച്ചതെന്താ? തോമസിന് പിന്നീടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവിൻ. ദൈവവചനം പറയുന്നത് അതാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രയും നാം അനുസോദരം അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ല. ഹല്ലേലൂയ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നതെന്ന് എബ്രായ ലേഖനം 13:14 വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ മനുഷ്യൻ എത്ര വലിയ സൗധങ്ങൾ പണിതാലും, എത്ര വലിയ കൊട്ടാരങ്ങൾ പണിതാലും, അതെത്രമാത്രം പടുത്തുയർത്തിയാലും, അതിനെത്രമാത്രം മോടി പിടിപ്പിച്ചാലും, ഭംഗി വരുത്തിയാലും, ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പുതിയ വീടുകൾ പോലും പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പുതിയ മോഡലുകൾ വീട് പണിത് അതിനകത്ത് നീ സന്തോഷനായി മാറിയാലും അതെല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നിലനിൽക്കുന്ന ഒരു കൊട്ടാരമില്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു ജീവിതമില്ല. എന്നാൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് സ്വർഗത്തിൽ നിത്യമായ ജീവിതം കിട്ടും. നീ ഭൂമിയിൽ വെച്ച് നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവനെ പ്രാപിക്കാതെ ഈ ഭൂമി നീ എന്തെല്ലാം പണിതുയർത്തിയാലും അതെല്ലാം വ്യർത്ഥമാണെന്ന് രാജാവിന് മനസ്സിലായി. തോമസ് അത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ ഭാഗത്തും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ മാത്രമാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നാം ഈ ഭൂമി വിട്ടു പോയി കഴിയുമ്പോൾ, നമ്മുടെ മരണം ഇവിടെ സംഭവിച്ചു കഴിയുമ്പോൾ, പിന്നെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവരാജ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവരാജ്യം ഉണർന്ന് ശോഭിക്കാൻ കഴിയത്തില്ല. സുവിശേഷം പങ്കുവെക്കാൻ കഴിയത്തില്ല. സാധുക്കളെ അനാഥന്മാരെ സഹായിക്കാൻ കഴിയത്തില്ല. ദൈവസഭയെ ദൈവദാസന്മാരെ സഹായിക്കാൻ കഴിയത്തില്ല. നാം ഇവിടെ കർത്താവ് ഈ ഭൂമി ജീവനോടിരിക്കുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യുവാൻ കഴിയുള്ളൂ. ഭൂമി നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലേ? അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ പലതും ചെയ്യാൻ കഴിയും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ച സമയം, ഹല്ലേലൂയ, നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചിലരുടെ ചിന്താഗതി എന്ന് പറയുന്നത്, ഭൂമിയിൽ വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പടുത്തിയാൽ, ഹല്ലേലൂയ, വലിയ വലിയ ആഡംബര ജീവിതം, വലിയ വലിയ ബംഗ്ലാവുകൾ, കൊട്ടാരങ്ങൾ, അതിനെ മൊത്തം പഴയ കാലത്തെ വാഹനങ്ങൾ പോലെ, പുരാവസ്തുക്കളെ പോലെ അനവധി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി
ലേലിയ വലിയൊരു ഒരു സ്തോത്രം ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയാലും എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ചില വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വാഹനങ്ങൾ ഇറങ്ങിയ കാലം തൊട്ടുള്ള വാഹനങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ പുരാതന വസ്തുക്കൾ ഫാമിലി അങ്ങനെ എല്ലാം വാങ്ങി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന അനവധി ആളുകളുണ്ട്. പക്ഷെ അതെല്ലാം അതെല്ലാം നശിച്ചു പോകുന്നതാണ്. അല്ലേ? അപ്പൊ നിങ്ങൾ ഭൂമിയിൽ അല്ലെങ്കിൽ പുരാതന വസ്തുക്കൾ വാങ്ങിയും പുരാതനമായ ജീവിത രീതികൾ നയിച്ചാലും നിങ്ങൾ ഇവിടെ എന്തെല്ലാം പടുത്തുയർത്തിയാലും അല്ലേ, നിലനിൽക്കുന്ന കൊട്ടാരത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിത്യമായ ജീവിതത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വാചകവും പ്രമാണവും നീ അനുസരിക്കാതെ അതിന് വിരോധമായാണ് നീ നടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തിന്റെ പരാജയം വളരെ കാഠിന്യമേറിയതായിരിക്കും. അതുകൊണ്ട് തോമസ് പറഞ്ഞ, രാജാവേ, ഇവിടെ നിലനിൽക്കുന്നതൊന്നുമില്ല, ഹല്ലേലൂയ, ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ഹല്ലേലൂയ, നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് എത്രയും നാം അന്വേഷിക്കേണ്ടത്. അതെ, നമുക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൽ ദൈവം ഒരുക്കുന്ന നിത്യമായ രാജ്യമുണ്ട്, പുതിയ യെരൂശലേമുണ്ട്. ആ സ്വർഗ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമി നീ ജീവനോടെ ഇരിക്കുമ്പോൾ നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ലോകത്തിന് വേണ്ടിയിട്ടല്ല പ്രയോജനപ്പെടേണ്ടത്. അപ്പൊ യേശു ക്രിസ്തു നിയമത്തിന്റെ ദൈവമാണ്. നിയമത്തിന്റെ ദൈവമായിരിക്കുമ്പോൾ നാം നിയമത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, എല്ലാ കുടുംബങ്ങളിലും ബൈബിളിൽ എത്തിയിട്ടുണ്ട്. ബൈബിൾ എത്താത്ത അനവധി കുടുംബങ്ങൾ ഉണ്ടെന്ന് പലരും പറയുമ്പോഴും നമുക്കറിയാം, ഇന്നത്തെ സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ തൊട്ട് പുതിയ നിയമ സുവിശേഷം എന്ന് പറയുന്ന ബൈബിൾ പ്രതി എല്ലാവരുടെ കരങ്ങളെത്തിയിട്ടുണ്ട്. ചിലരൊക്കെ പിച്ച് ചീന്തി കളഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ കടലപുതിയം കൊടുത്തിട്ടുണ്ട്, ചിലരൊക്കെ ആക്രിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ചിലരൊക്കെ ചില വീടുകളിൽ ചെന്നാൽ അല്ലെങ്കിൽ ചപ്പൻ പുഴുവൊക്കെ പിടിച്ച് കിടക്കുന്നത് കാണാൻ കഴിയും. ചിലരൊക്കെ പൂജാവസ്തുവിനെ പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ നല്ല കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ കരങ്ങളിൽ കിട്ടിയിരിക്കുന്ന നിയമത്തിന്റെ വചനത്തെ നീ വായിച്ച്, ഹല്ലേലൂയ, അതിനെ അലക്ഷ്യമാക്കി കളയാതെ നിയമത്തിന്റെ വചനം വായിച്ച് നിയമത്തിന്റെ ദൈവത്തെ നീ അറിയണം. എന്നിട്ട് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കുവാൻ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്തോത്രം, നാം ഭൂമിയിലായിരിക്കുമ്പോൾ പുതിയ നിയമസഭയുടെ ദൈവമക്കൾ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ വളർച്ച നമുക്കറിയാം. അങ്ങനെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കൂടിയിരുന്ന 120 പേരെ അയച്ചു. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവർ അന്യഭാഷ സംസാരിച്ച് ദൈവരാജ്യത്തിന്റെ വൻ കാര്യങ്ങളെ, ദൈവിക മർമ്മത്തെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്ന യെരൂശലേം ദേവാലയത്തിൽ ഉത്സവം, അവിടെ കാളവെട്ടുണ്ട്, ആടുവെട്ട് കാണും, അങ്ങനെ വിവിധ രക്തമുള്ള ബലിയുണ്ട്. അങ്ങനെ ബലി കഴിക്കുവാൻ അവിടെ ഉത്സവത്തിന് വന്ന വലിയൊരു പുരുഷാരത്തിൽ നിന്ന് ഒരു 3000 പേര്. ഹല്ലേലൂയ. പത്രോസ് ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ട് പത്രോസിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഹല്ലേലൂയ. അങ്ങനെ പത്രോസിന്റെ അരികിലേക്ക് ഓടിയെത്തിയപ്പോൾ പത്രോസ് ദൈവവചനം പ്രസംഗിക്കുന്നതാണ് അവർ കേൾക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് പ്രസംഗിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് അരുളി ചെയ്തത് നീ എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവായി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞു കൊള്ളട്ടെ എന്ന് പത്രോസിന്റെ പ്രസംഗമാണ്. എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നിയമത്തിന്റെ രക്തത്തെക്കുറിച്ച്, നിയമത്തിന്റെ കർത്താവിനെ കുറിച്ച് പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 2:37 വരും കാണുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. പത്രോസ് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അപ്പോൾ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരും, പാപശുദ്ധീകരണം വരും. നിങ്ങൾക്കും പരിശുദ്ധാത്മാവെന്ന ദാനത്തെ യേശു നൽകും. ഹല്ലേലൂയ. പത്രോസ് അവരോട് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പറയുന്ന സ്തോത്രം, ഹല്ലേലൂയ, എന്ന് പറയാണ്. ഹല്ലേലൂയ. വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു.
അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തമാർക്കാ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ ദൂരസ്ഥന്മാരായിരിക്കുന്ന സകലർക്കും ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. മറ്റു പല വാക്കുകളാൽ ഇവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ് പറയും ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടുവാൻ. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ കേരളം, അല്ലെങ്കിൽ ഭാരതം, അല്ലെങ്കിൽ നമ്മുടെ ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളിലെ 200 കോടി ജനം എന്ന് പറഞ്ഞാൽ വക്രതയുള്ള തലമുറയാണ്. അല്ലേല് ചിലർ പറയും ഞാൻ അങ്ങനെയൊന്നും വക്രതയുള്ള തലമുറയൊന്നും അല്ല, എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ പാപമൊന്നും ചെയ്യത്തില്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നല്ലവനായിട്ട് ജീവിക്കുന്നതാണ്, എല്ലാവർക്കും നല്ല സ്വീകാര്യനാണ്, ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നവനാണ്, ഒരുപാട് സൽപ്രവർത്തി ചെയ്യുന്നവർ, ഒരുപാട് പേരെ സഹായിക്കുന്നവരാണ്, സമൂഹ വിവാഹം നടത്തി കൊടുക്കുന്നയാളാണ്, ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നയാളാണ്. അങ്ങനെ ഒരുപാട് മാനുഷികമായ പുകഴ്ചകൾ അനവധി ആളുകൾക്ക് പറയാൻ കാണും. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, എന്നെ കേൾക്കുന്ന സ്വാഭാവി, വക്രതയുള്ള തലമുറ. അപ്പൊ ആരാണ് ഈ ഭൂമിയിലുള്ളത്? വക്രതയുള്ള തലമുറ. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, ആമീൻ, രക്ഷിക്കപ്പെടുവിൻ, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആമീൻ, അവന്റെ വാക്ക് കൊണ്ടവർ ആമീൻ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സ്നാനമേറ്റെന്ന. അപ്പൊ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് 3000-ഓളം പേര് അന്ന് കർത്താവ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ഹല്ലേലൂയ. തോമസിനോട് കൊട്ടാരം പണിയാൻ പറഞ്ഞ രാജാവ്, ഹല്ലേലൂയ, രാജാവിന്റെ പണങ്ങളെല്ലാം വാങ്ങി സാധുക്കളെയും ഹല്ലേലൂയ സ്വതന്ത്രായിരം പേരെ സഹായിച്ചത് കൊണ്ട് ആ കൊട്ടാരത്തിൽ വസിച്ച രാജാവിന് സ്വർഗരാജ്യത്തെ കുറിച്ച് അറിവ് കിട്ടിയതുപോലെ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടത്. അപ്പം വക്രതയും കോട്ടമുള്ള തലമുറയാണ്. അതുകൊണ്ട് ആർക്കും നീതിമാൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഭൂമി നീതിമാനായിട്ട് ആരുമില്ല. പിന്നെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുമ്പോൾ, ശുദ്ധീകരണം വരുത്തുമ്പോൾ നാം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ പാപമോചനമുണ്ട്. ഹല്ലേലൂയ. റോമലേഖനം 5-1 വാക്യം കാണുന്നുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങളെല്ലാം നാം യേശുവിനോട് ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപം ക്ഷമിച്ചു തരാൻ കഴിയുള്ളൂ. യേശുക്രിസ്തുവിന് മാത്രമേ നമ്മളെ നീതീകരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ യാതൊരു ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങൾക്കും ലോകത്തിലുള്ള ഒരു നിയമ സംവിധാനങ്ങൾക്കും നമ്മളെ എന്നുള്ള പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ഒരു മത നേതാക്കന്മാർക്കും ഒരു മത മേലാളന്മാർക്കും ഹല്ലേലൂയ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സംഘടനാ വിഭാഗത്തിൽപ്പെട്ട ആർക്കും നമ്മെ നീതീകരിക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം നൽകുന്നവൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. നാം വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറയുമ്പോൾ നമുക്കൊരു നീതീകരണം ലഭിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ദൈവസ്ഥിതിക്ക് വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ, അവർ എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പാപത്തിന് പരിഹാരം വരുത്തി. 3000 പേർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം ദൈവമക്കൾ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഹല്ലേലൂയ. ആ കൂട്ടായ്മ ആചരിക്കണം ദൈവമക്കളോടൊത്ത്. ആമേൻ. അപ്പം നുറുക്കണം. കർത്താവ് യേശുക്രിസ്തു തന്നിൽ കൂടി വരുമ്പോൾ അവന്റെ ഓർമ്മയ്ക്കായി അവൻ കാണിച്ചു തന്ന അപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ കത്രമേശ, തിരുവത്താഴ്, തിരുമേശ, അത് നമ്മുടെ ഭാഗമായി മാറണം. അതുകൊണ്ടാണ് അപ്പം നുറുക്കി അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നത്. പാരമ്പര്യമല്ല ദൈവസഭയുടെ ആചാരം എന്ന് പറയുന്നത്. പാരമ്പര്യത്തിന് ഹല്ലേലൂയ ദൈവസഭയ്ക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ട് പാരമ്പര്യത്തിനകത്ത് നിൽക്കുന്ന മത നേതാക്കന്മാരോട് പറയട്ടെ, മതവിശ്വാസികൾ പറയട്ടെ, നിന്റെ പാരമ്പര്യത്തിൽ വീട് കഴിഞ്ഞാൽ നീ ആ പാരമ്പര്യത്തിന് മരിക്കും. ഹല്ലേലൂയ. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നീ പാരമ്പര്യമാണ് ഉയർത്തുന്നെങ്കിൽ നിനക്ക് നിത്യതയിലെത്തുവാൻ കഴിയില്ല. രക്തം ചെയ്യും. നിത്യതയിലെത്തണമെങ്കിൽ നിന്റെ പാരമ്പര്യം വിട്ട് മടങ്ങി വന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഹല്ലേലൂയ. അല്ലാതെ ലോകപ്രകാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകൾ നീ പാലിച്ചതുകൊണ്ടോ പാപത്തിന് ശുദ്ധീകരണമില്ലെന്ന്. ഹല്ലേലൂയ. യേശുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിക്കണം. യേശുവിന്റെ രക്തം കൊണ്ട് നീ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. വക്രതയുള്ള തലമുറ, നീ വക്രതയുള്ള മനുഷ്യനാണ്. ആ വക്രതയുള്ളതിന്റെ സ്വഭാവത്തെ മാറ്റിയിട്ട് നിയമരക്തം കൊണ്ട് നീ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്.
ഹല്ലേലൂയ. അല്ലാതെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയിൽ നെടുകയും ആമീൻ ജന്മഭൂമികളും വസ്തുക്കളും ഒക്കെ വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവരും പങ്കിടുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിനെ നീതിയിരിക്കപ്പെട്ടപ്പോൾ അവരുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽ കഴിച്ച് അവനവൻ ആവശ്യമുള്ള എല്ലാം പങ്കിട്ടെടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ വെട്ടിപ്പിടിച്ചും വാരിക്കൂട്ടിയും പിടിച്ചു പറിച്ചും ഓട്ടിച്ചും കളവ് പറഞ്ഞും വ്യാജം പറഞ്ഞൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുക. പക്ഷെ അതൊന്നും ഇവിടെ നിത്യമല്ല, ശാശ്വതമല്ല. അതെല്ലാം നീ വിട്ടു പോകണം. ഈ കൂടാരം വിട്ട് നീ പോകണം. ഈ ശരീരത്തിൽ നീ മാറിക്കൊടുക്കണം. ഈ ശരീരം മണ്ണിനോട് ചേരുന്നതാണ്. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. നാം ഈ ഭൂമി വിട്ട് മാറിയേ മറിയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന റോമാവി, നീ ഭൂമിക്ക് വേണ്ടി ജീവിക്കരുത്. ഇവിടുത്തെ പണത്തിന് വേണ്ടി ജീവിക്കരുത്. ഇവിടുത്തെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മോഹങ്ങൾക്ക് വേണ്ടി അല്ല നീ ജീവിക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. നീ യേശു വേണ്ടി ജീവിക്കണം. നിന്റെ കുടുംബത്തെ കർത്താവിന് വേണ്ടി നീ പണിതെടുക്കണം. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ അങ്ങനെ സഭയ്ക്ക് വലിയ വിശാലത വരാൻ തുടങ്ങി. അങ്ങനെ അപ്പോസ്തലർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ഉണ്ടായ ആദ്യത്തെ പീഡനത്തിന്റെ തുടക്കമാണ്. എന്നിട്ടും സഭ അന്നും ഇന്നും പരാജയപ്പെട്ടിട്ടില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരുടെ ഇതിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുന്നതിനാലും അവർ നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ ദൈവവചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വിശാലത വരിക, സഭയ്ക്ക് ആത്മീയ വർധന വരികയാണ്. വചനം കേൾക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? ഹല്ലേലൂയ. മാത്രം പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും സാധുക്യരും എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? അപ്പോസ്തലന്മാർക്കെതിരെ പാഞ്ഞു വരികയാണ്. കാരണം അവർക്കറിയാം, ഞങ്ങളുടെ പാരമ്പര്യമായ യഹൂദ മത അനുസാരപ്രകാരമുള്ള വക്രതയും കോട്ടമുള്ള തലമുറകളിൽ ഞങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വൈകുന്നേരം ആയതുകൊണ്ട് പത്രോസിനെ അടക്കമുള്ളവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പക്ഷെ വചനം കേട്ടവരുടെ എണ്ണം എത്രയായി? 5000-മായി. അത് ദൈവസഭയുടെ വളർച്ച തടയുവാൻ ഈ ഉലകത്തിന് ഒരു വ്യക്തിക്കും കഴിയില്ല. ദൈവസഭയുടെ വളർച്ചയെ, ദൈവവചനത്തിന്റെ വളർച്ചയെ, വിശ്വാസികൾ എണ്ണത്തിൽ പെരുകുമ്പോൾ, സഭ വാർത്തയ്ക്ക് ഉണർവ് നടക്കുമ്പോൾ അതിനെ തടയുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ പല പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാർ സാധുക്യരും എന്ന് പറയുന്നത് പോലെ പലരും രംഗത്ത് വന്നേക്കാം. പക്ഷേ ദൈവസഭയുടെ വളർച്ച തടയുവാൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല. എന്നാൽ ആത്മീയരുടെ കാര്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കുകയില്ല. അതുകൊണ്ട് ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പുരോഹിതന്മാരായിരുന്നാലും ദൈവാലയത്തിലെ പടനായകന്മാരായിരുന്നാലും സാധുക്യരായിരുന്നാലും സുവിശേഷ വിരോധികളായിരിക്കും, തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആരായിരുന്നാലും അല്ലെങ്കിൽ ദൈവസഭയുടെ പണിയെ തടയുവാൻ നിനക്ക് കഴിയില്ല സഹോദരി. ഇതിന്റെ പണി ദൈവമാണ് ചെയ്യുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞ യേശുവാ. അത് സ്നേഹത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, അത് നിത്യജീവന്റേതാണ്, സ്വാതന്ത്ര്യത്തിൻ്റെതാണ്, ശുദ്ധീകരണത്തിൻ്റെതാണ്, ജനത്തെ നിത്യത്തിലേക്ക് നടത്തുന്നതാണ്, മരണത്തിനപ്പോൾ ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ്. ആ സുവിശേഷത്തെ തടയുവാൻ ഹല്ലേലൂയ ആദിമസഭയുടെ കാലഘട്ടം തൊട്ട്, യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട് അനവധി മഹാന്മാർ എഴുന്നേറ്റു. അവരുടെ പേര് പോലും ഭൂമിയിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എത്ര പാരമ്പര്യം ഉയർത്തിയാലും, എത്ര സ്ഥാനമാനങ്ങൾ നീ പറഞ്ഞാലും, ഏതെല്ലാം പേരും പ്രശസ്തിയും പറഞ്ഞാലും, നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എല്ലാം നിനക്കുണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അതെല്ലാം നിലനിൽക്കുന്നതല്ല. അതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ പാരമ്പര്യം വിട്ട് മടങ്ങി വാ. യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്ക്. നീ നിത്യജീവനെ പ്രാപിക്കും. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് രക്തം ചെയ്യും. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്.
എല്ലാവരും പറയുന്നത് മരണം കൊണ്ടെല്ലാം അവസാനിക്കും, പിന്നെ ഒന്നുമില്ല. വേദപുസ്തകം മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്ന, മരണത്തിനപ്പുറമാണ് ജീവിതം. മരണത്തിനപ്പുറമുള്ള ജീവിതം നിത്യമായ സ്വർഗത്തിൽ. അത് നിനക്ക് അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഭൂമി വെച്ച് തന്നെ നീ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിക്കണം. നിയമത്തിന്റെ വചനം വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രമാണിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഇവിടെ തിന്നും കുടിച്ചും കുളച്ചും മതിച്ച് ഇഷ്ടംപോലെ താന്തൂണിയെ പോലെ ജീവിച്ച് ഇഷ്ടംപോലെ നടന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങളിലൂടെ നീ മുന്നോട്ട് പോയി ദൈവസഭയെ ഉപദ്രവിച്ച്, ദൈവദാസന്മാരെ ഉപദ്രവിച്ച് ദൈവസഭയ്ക്ക് നീ ഒരു ശത്രുതയായി മാറിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ അവസാനം നിത്യമായ നരകമായിരിക്കും. ഹല്ലേലൂയ. മരണത്തിനപ്പുറം ജീവിതം നിത്യമായ സ്വർഗമുണ്ട്, മരണത്തിനപ്പുറം ജീവിതം നിത്യമായ നരകമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ ആത്മാവിനെ പ്രാപിച്ചവനാണ് ദൈവരാജ്യത്തിൽ ചെല്ലുന്നത്. അല്ല, സഭയ്ക്ക് ഉപദ്രവകാരിയായി നടക്കുന്ന സകലരും കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക്. അതാണ് വെളിപ്പാട് 20:15 വായിക്കും, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന് തീപ്പൊയ്യിൽ തള്ളിക്കിടും. ഇന്ന് പക്കൽക്കാലം ഞാൻ എന്നെ കേൾക്കുന്ന മാതാവില്ലാവേ, സ്വർഗത്തിലെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? ഹല്ലേലൂയ. ബാങ്കിൽ നിനക്ക് പേര് കാണും, സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്ക് പേര് കാണും, നിന്റെ മതത്തിന് നിനക്ക് പേര് കാണും, നിന്റെ പള്ളിയുടെ അപേക്ഷ നിനക്ക് പേര് കാണും. നീ നിൽക്കുന്ന കൂട്ടത്തിന് പേര് കാണും, ആധാർ കാർഡിന്റെ പേര് കാണും, വോട്ടർ ID കാർഡിന്റെ പേര് കാണും, പാൻ കാർഡിന്റെ പേര് കാണും, റേഷൻ കാർഡിന്റെ പേര് കാണും. പക്ഷെ അതുകൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേര് വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം, കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, നീ കർത്താവ് നമ്മോട് നിയമജീവനായിട്ട് ആഗ്രഹിക്കുക, കർത്താവിനോട് നിയമജീവൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ, നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, നിന്റെ തലമുറയുടെ അവസ്ഥ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നീ അനുഭവിക്കുന്ന വേദനകൾ ഓരോന്നായിട്ട് അറിയുന്നവൻ യേശുവാണ്. അതെല്ലാം നീക്കിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂട്ടുകാര്യങ്ങളിലുണ്ടെന്ന് പറഞ്ഞതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ഉല്ലാസത്തിനും ജയത്തിനും ഘോഷം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. അവന്റെ നിയമത്തിലേക്ക് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. നിയമരക്തത്തെ നീ തള്ളിക്കളയാതെ, നിയമകർത്താവിനെ നീ തള്ളിക്കളയാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് വേണ്ടി ചെയ്യാതിരിക്കരുത്. സ്തോത്രം. സദൃശവാക്യങ്ങൾ 3-27 വാക്യമാണ്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്ത് നിനക്ക് കൊടുത്തുള്ളപ്പോൾ, അത് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് വേണ്ടി ചെയ്യാതിരിക്കരുത്. ഹല്ലേലൂയ. അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബോർസ് എന്ന് പറയുന്ന രാജാവ് വലിയൊരു കെട്ടിടം പണിതെടുക്കാൻ വേണ്ടി തോമസിനോട് പറഞ്ഞെങ്കിലും തോമസ് അത് ഏറ്റെടുത്തുകൊണ്ട് ആ രാജാവിന്റെ കയ്യിലിരുന്ന പണങ്ങളിൽ വാങ്ങി സാധുക്കൾക്കും അനാഥർക്കും കൊടുത്ത് രാജാവ് നോക്കി, എന്താണ് ഇവൻ ചെയ്യുന്നത്? അവസാനം കെട്ടിടത്തിന് പണി കാണുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് തോമസിനോട് ചോദിച്ചു. തോമസ് പറഞ്ഞ് ആദ്യം ഓർപ്പിച്ചു, ഇവിടെ നിലനിൽക്കുന്ന കൊട്ടാരമില്ല രാജാവേ, നിലനിൽക്കുന്ന ഒന്നുണ്ട്, അത് ഞാൻ താങ്കൾക്ക് വേണ്ടി പണിയുന്നതാണ്, ഈ പൈസ വാങ്ങി സാധുക്കൾക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. രാജാവ് നിത്യത്തെക്കുറിച്ച് ബോധ്യം വന്നു. അതെ, 1-ാം നൂറ്റാണ്ടിൽ സ്തോത്രം കൂടി വന്ന ജനത്തിന് നിത്യതയെക്കുറിച്ച് ബോധ്യം വന്നു. നിയമത്തെ നമ്മൾ അറിയണം, നിയമത്തെ അനുസരിക്കണം. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും, നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. എന്ന് പറഞ്ഞതിനകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കരുത്. കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളാൽ കഴിയുന്ന ദൈവത്തിന് കൊടുക്കുന്ന പറയുമ്പോൾ നിങ്ങളുടെ പണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കൊടുക്കുക, ഇഷ്ടമില്ല കൊടുക്കണ്ട. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, നിങ്ങളുടെ അധികാരത്തിൽ, നിങ്ങളുടെ അധ്വാനമാണ്. ആരും നിങ്ങളിത് പിടിച്ചു വാങ്ങാനൊന്നും വരത്തില്ല. പക്ഷെ നിങ്ങളാൽ കഴിയുന്നത് ദൈവത്തിന് കൊടുക്കണം. അതെന്താണ് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത്? അത് നിലത്തെ പൊടി കൊണ്ട് ദൈവം നിന്നെ സൃഷ്ടിച്ചില്ലേ? അവന്റെ ജീവശ്വാസം നിന്റെ മൂക്കിൽ ഊതിയില്ലേ? നീ ജീവനുള്ള ദേഹിയായി മാറിയില്ലേ? നിനക്ക് 2 കൈകൾ തന്നില്ലേ? 2 കാലുകൾ തന്നില്ലേ? കാഴ്ചകൾ 2 കണ്ണുകൾ തന്നില്ലേ? ശ്വസിക്കാൻ മൂക്ക് തന്നില്ലേ? കേൾവിക്ക് 2 ചെവി തന്നില്ലേ? സംസാരിക്കാൻ നിനക്ക് നാവും വായുവൊക്കെ തന്നില്ല? അവന്റെ ചൂണ്ടുകൾ നല്ല പല്ലുകൾ തന്നില്ലേ? മനോഹരമായി ഇതിനെ സുന്ദരമായി ഇത് ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചില്ലേ? അതെ, നിനക്ക് ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, കരുത്തുള്ളപ്പോൾ, നിനക്ക് ജോലിയുള്ളപ്പോൾ, നിനക്ക് വലിയ രോഗങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, നീ സന്തോഷമായി ജീവിക്കുമ്പോൾ നീ നിന്നെ തന്നെ കർത്താവിന് കൊടുക്കണം. പ്രൈസ്. അല്ല, നിങ്ങളുടെ പണം കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇനി നിങ്ങൾ പറയും, നീ ആ പണം കൊടുക്കാൻ, നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കണം.
അത് നിങ്ങൾ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ സമർപ്പിക്കണം, നിങ്ങളുടെ മക്കളെ സമർപ്പിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കണം, നിങ്ങളുടെ സഹോദര വർഗങ്ങളെ സമർപ്പിക്കണം, നിന്റെ ശത്രുക്കളെ സമർപ്പിക്കണം, നിന്റെ അയൽവാസിയെ സമർപ്പിക്കണം, നിന്റെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കണം. അല്ലേ? അപ്പൊ നിങ്ങൾ ഭൂമി ജീവനോട് ഇരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രൈസറോ, അത് ഞാൻ പണത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല, നിങ്ങളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞേ. ഞാനത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവം ആരെന്നറിയാതെ, ദൈവം എന്തെന്നറിയാതെ, സുവിശേഷം എന്തെന്നറിയാതെ, തിരുവചനം എന്തെന്നറിയാതെ പേരുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയല്ല. ആമേ, നിയമം കൊണ്ട് ക്രിസ്ത്യാനിയല്ല. അല്ലെങ്കിൽ പേരുകൊണ്ട് പലരും ക്രിസ്ത്യാനികളെ ജീവിക്കുന്നുണ്ട്, പേരുകൊണ്ട് പലരും സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിന്റെ പേര് കൊണ്ടോ, നിന്റെ ജീവിതം കൊണ്ടോ, നിന്റെ പണം കൊണ്ടോ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നിയമത്തിന്റെ കർത്താവിനെ നീ സ്വീകരിക്കുമ്പോൾ, നിയമകർത്താവിനെ സ്വീകരിച്ച് നിയമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുന്നത്. അതിന് നിന്നെ സമർപ്പിച്ചു കൊടുക്കണം. മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് അതെല്ലാം കാണുന്നില്ല. ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴേക്കും ഈ മാതാപിതാക്കൾ പറയുന്നത്, പക്ഷെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കുടുംബത്തിനകത്ത് സമാധാനമില്ലെന്ന്, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയെന്ന്. പണ്ടൊക്കെ നല്ല കുടുംബമായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുടുംബത്തിനകത്ത് കരച്ചില, നിലവിളിയ, സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക് അകപ്പെട്ട് സാത്താൻ ഹൃദയത്തിനകത്ത് കയറിക്കൂടി കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് കുടുംബത്തിനകത്ത് അസ്വസ്ഥത വന്നു. അത് ശാപമായി മാറി, പാപമായി മാറി. ഇന്ന് ജീവിതത്തിൽ ആമി കരഞ്ഞുകൊണ്ടിരിക്കുക. നീ മടങ്ങി വരണം. യേശുക്രിസ്തുവിനെ നീ ആത്മരക്ഷ പ്രാപിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുക്രിസ്തുവില്ലാത്ത നിന്റെ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമാണ്. യേശുവില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കണം. നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശുവിന്. അത് കഴിഞ്ഞിട്ടായിരിക്കട്ടെ മറ്റെന്തും. പ്രൈസറോ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് യേശുവിനില്ല. ലോകത്തിന്റെ മാലിന്യങ്ങൾക്കാണ്, അല്ലേലിയ, ഇവിടുത്തെ സുഖങ്ങൾക്കാണ്, ഇവിടുത്തെ സന്തോഷങ്ങൾക്കാണ്, ഇവിടുത്തെ ലഹരികൾക്കാണ്, ഇവിടുത്തെ മയക്കുമരുന്നുകൾക്കാണ്, ഇവിടുത്തെ പണത്തിനാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊന്നിനും മണ്ണിനും പെണ്ണിനും വേണ്ടി നീ ജീവിക്കരുത്. നീ യേശുവിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ കർത്താവ് നിയമത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, രക്തജയം. ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്കിവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് മരണം എപ്പോഴാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ മരണം ഏത് സമയത്ത് എപ്പോൾ സംഭവിക്കാൻ അറിയില്ല. ഒരുപക്ഷെ അടുത്തൊരു സെക്കൻഡ് നിങ്ങൾ കാണണമെന്നില്ല. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ പോകാൻ സാധ്യതയുണ്ട്, നമ്മൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ജഡത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ജീവന്റെ തുടിപ്പൊള്ളപ്പം വേണം ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതം ഒന്നാം സാന്നിധ്യം കൊടുക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിന്റെ പണിക്ക് നിങ്ങളെ കർത്താവ് വിളിക്കുക. നിങ്ങളെ കർത്താവിന്റെ ജോലിക്കായിട്ട്, കർത്താവിന്റെ വേലയ്ക്കായിട്ട്, കർത്താവിന്റെ പണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ വിളിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഈ പ്രമാണിപ്പാന്തങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിക്ഷരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശു നമുക്ക് അന്ത്യ കൽപ്പന തരികയാണ്. മത്തായി 28:18-19-20 വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയും. നിങ്ങൾ മാർക്കോസ് സുവിശേഷം വരുമ്പോൾ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുക, സ്നാനവേൽക്കും, രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലകപ്പെടും. ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ധരിപ്പിച്ചു കൊടുക്കുക. നിന്റെ സങ്കടങ്ങളുടെ മാറുവേ. ഹല്ലേലൂയ. നമ്മൾ ക്ഷമയോടെ വേണം കർത്താവിന്റെ വേല ചെയ്യുവാൻ. കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങി വന്ന ഉടനെ ചെല്ലി പറയുന്നത് 30-60 പേര് വിളയണമെന്നാണ്. ഹല്ലേലൂയ. അങ്ങനൊന്നും വിളയത്തില്ലേ. നമ്മൾ ചിലരൊക്കെ സുവിശേഷം പറയുമ്പോൾ, ചില വീടുകൾക്ക് സുവിശേഷം പറയും, ചില ദൈവദാസന്മാർക്ക് സംസാരിക്കുമ്പോൾ ചില മീറ്റിങ്ങുകൾക്ക് ചെല്ലും പറയും, കർത്താവിന്റെ അമ്മയൊക്കെ നാളുകളായി അമ്മയെ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല, ഒരു പ്രയോജനമില്ല. ഈ ദേശത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയില്ലേ? എൻ്റെ വേലയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയില്ലേ? ഞാൻ ഈ ദേശം നിൽക്കണമെന്നൊക്കെ ചില ആലോചന ചോദിക്കും കേട്ടോ. പാസ്സുവിനെ കണ്ടോ? പാസ്സുവിനെ കേട്ടോ? പാസ്സുവിനെ അറിഞ്ഞോ? പാസ്സുവിനെ പറയാൻ പറ്റുമോ? എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഞാനിതൊക്കെ പറയാറുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കണ്ടു കേട്ടു അറിഞ്ഞു എന്നല്ല പറയുന്നത്.
നിങ്ങൾ കർത്താവിന്റെ പേര് ക്ഷമയോടെ ചെയ്യണം. കർത്താവിന്റെ വേല ക്ഷമയോടെ ചെയ്യണം. ഹല്ലേലൂയ. നമ്മളൊരു പയറുമണി എടുത്ത് നിലത്ത് കുഴിച്ചിട്ട് ഇന്നുകൊണ്ട് വെള്ളമൊഴിച്ച് മണ്ണ് കൂടിയാൽ നാളെ ചെല്ലുമ്പോൾ 30, 60, 100 മേനി ഫലം കിട്ടത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയാ 30, 60, 100 മേനി ഫലം കിട്ടണമെങ്കിൽ ആ പയർ നിലത്ത് കുഴിച്ചിട്ട പയർ മുള വന്ന് പൊട്ടി അത് ഭൂമിക്ക് മുകളിൽ വരണം, മണ്ണിന് പുറത്ത് വരണം. അത് ഓരോ ദിവസവും നോക്കി വാടാതെ ആമി പുഴുവരിച്ച് കളയാതെ അതിന് വെള്ളമൊഴിച്ച് മണ്ണ് കൂട്ടിയിട്ട് അത് പരിപാലിച്ച തൈയെ വളർത്തി, അത് വളർത്തി ഒരു തൈയായി, അത് വലിയ ചെടിയായി, അത് വലിയ മരമായി, അത് ഫലം തരുമ്പോഴാണ് 30, 60, 100 മേനി ഫലം എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നിന്റെ വേലയിൽ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നീ ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. നാളുകളായി നീ പ്രവർത്തിച്ചു തുടങ്ങി, നാളുകളായി നീ സുവിശേഷം പറഞ്ഞു തുടങ്ങി, നാളുകളായി അനവധി നന്മകൾ നീ കൊടുത്ത്, എന്നിട്ട് നിന്റെ പ്രവർത്തനത്തിനകത്തൊരു മറുപടിയില്ല എന്നോർത്ത് നിരാശപ്പെടുന്ന വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ നിരാശപ്പെടേണ്ട. കർത്താവിന് ഒരു നിമിഷം മതി നിന്നെ ഉയർത്തുവാൻ. 30, 60, 100 മേനി ഫലം തരുവാൻ കർത്താവിന് ഒരു നിമിഷം മതി എന്ന്. അതുകൊണ്ട് നീ സങ്കടപ്പെട്ടു പോകരുത് കേട്ടോ. ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ നീ പ്രവർത്തിക്കണം. അല്ലെ സുവിശേഷം പങ്കുവെക്കണം, നിന്റെ കുടുംബത്തോട് പറയണം, നിന്റെ ദേശത്തോട് പറയണം, നിന്റെ സഹോദരങ്ങളോട് പറയണം. ഒരുപക്ഷെ അവർ നിന്നെ പൂച്ഛിച്ച് വിടക്കെന്ന് പറഞ്ഞ് തള്ളിയേക്കാം, നിന്നെ പരിഹസിച്ചേക്കാം, നിന്നെ നിന്ദിച്ചേക്കാം. അതിന്റെ നടുവിൽ തളരാതെ ക്ഷമയോടെ ജീവന്റെ വചനം വിളിച്ചു പറയുമ്പോൾ രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്നെ പരിഹസിച്ചവരൊക്കെ നിന്റെ സന്നിധിയിലേക്ക് വരും, നിന്റെ അരികിലേക്ക് വരും. ഞങ്ങൾക്ക് ഈ ജീവന്റെ വചനം ആവശ്യമാണ്, ഈ നിയമത്തിന്റെ കർത്താവിലേക്ക് ആവശ്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ അരികിലേക്ക് തേടി വരുന്ന സമയം വിദൂരമല്ലെന്ന ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരൊക്കെ ദൂത് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ചതും നീ കടന്നുപോയതും നീ പ്രവർത്തിച്ചതുമായ പ്രവർത്തികൾക്ക് പ്രതിഫലമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിനെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം. എന്താണ് അത്ഭുതം? 30, 60, 100 മേനി യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്ന ഹോശയുടെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അത് നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഒരു കൊയ്ത്തിന്റെ അനുഭവം ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. അതിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ജോലിയുടെ നന്മയിലും നിന്റെ മക്കളിലും മലരിയ നിന്റെ ഭാര്യയിലും നിന്റെ ഭർത്താവിലും നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഏതിലാണ് നീ ബുദ്ധിമുട്ടുന്നത് അവിടെ ദൈവം ഒരു കൊയ്ത്ത് തരാൻ പോവുകയാണ്. ആ കൊയ്ത്ത് നിനക്ക് വേണമെങ്കിൽ നിയമത്തിന്റെ കർത്താവിനെ വിശ്വസിച്ചിട്ട് നിയമത്തിന്റെ വചനം നീ പാലിച്ച് വ്യവസ്ഥയിൽ ജീവിച്ചാൽ, ക്ഷമയോടെ കാത്തിരുന്നാൽ അത് നിന്റെ മുമ്പിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പീലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നപ്പോൾ ദൈവത്തിനെ പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 8 വന്ന കഴിയുക. അന്നത്തെ സഭയ്ക്ക് പീഡനം വന്നു, എല്ലാവരും ചെതറിപ്പോയപ്പോഴത്തെ ഫിലിപ്പോസ് ശമരിയിലും ചെന്നു. ശമരിയിലെത്തിയ ഫിലിപ്പോസ്, അഭിഷേകമുള്ള ഫിലിപ്പോസ്, പരിശുദ്ധാത്മാവുള്ള ഫിലിപ്പോസ് അവിടുത്തെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. താൻ സുവിശേഷം വിളിച്ചു പറയാൻ തുടങ്ങി. സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്പുറത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ അനവധി മുടന്തരും പക്ഷപാതികൾ രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചു. പട്ടണത്തിൽ വലിയ മഹാസന്തോഷം ഉണ്ടായി. കരഞ്ഞ് കണ്ണുമായിരിക്കുന്ന ശ്രോതാവേ, കരഞ്ഞ് കണ്ണുമായിരിക്കുന്ന ദൈവദാസിന്റെ ദാസിയെ, നിന്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിൽ ഒരു മറുപടി കണ്ടില്ലെങ്കിലും ഈ നാളുകളിൽ ദൈവം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്ന പട്ടണത്തിനകത്ത് മഹാസന്തോഷം ഉണ്ടാകുത്തുമാറ് വീരപ്പോസിലൂടെ അസാധാരണമായി ശുശ്രൂഷ ചെയ്തതുപോലെ നിന്നോട് ചില അസാധാരണമായ ശുശ്രൂഷ ദൈവം നൽകാൻ പോവുകയാണ്. വിശ്വസിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. കടക്കണിയാൽ നീ കടന്നു പോവുകയാണോ? സാമ്പത്തിക ഞെരുക്കത്താൽ കടന്നു പോവുകയാണോ? കുടുംബ ജീവിതം തകർന്നതാണോ? നിന്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാണോ? വെറുക്കുന്ന ജീവിതത്തിന് അടിമയാണോ? നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാത്ത അനുഭവമാണോ? ജോലി നഷ്ടപ്പെട്ട അനുഭവമാണോ? ശാപത്തിന് കീഴിലാണോ നീ കിടക്കുന്നത്? ഏതുമാകട്ടെ, അതിന് പരിഹാരം നൽകുവാൻ നിയമത്തിന്റെ കർത്താവിന് കഴിയും. രക്തം ചെയ്യും. നീ മനുഷ്യന്റെ മുമ്പിലല്ല ചെല്ലേണ്ടത്, മനുഷ്യനോടല്ല നിന്റെ കാര്യം പറയേണ്ടത്. യേശുവിന്റെ അരികിലേക്ക് വരണം. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കണം. അപ്പൊ നിങ്ങൾ കർത്താവിന് കൊടുക്കണം. എന്താണ് കർത്താവിന് കൊടുക്കേണ്ടത്? പണമല്ല. നീ പോയി പറഞ്ഞു പണം കൊടുക്കുന്നല്ല, നിനക്കുള്ളതുപോലെ കൊടുക്കണം. പക്ഷെ നീ കർത്താവിന് കൊടുക്കണം. എന്താ? നിന്റെ ഹൃദയം കൊടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഇപ്പൊ നിങ്ങൾ കർത്താവിന് കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിനകത്ത് യേശു വരട്ടെ. ഹൃദയ സിംഹാസനത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൃദയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ എന്റെ ഹൃദയത്തിനകത്തെ നിരാശകളെല്ലാം മാറിപ്പോകും. രക്തം ചെയ്യും.
പ്രൈസറോ ലേലിയ. അതെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഈ കാലിൽ ഒരു ദൈവപ്രവർത്തി നടന്ന ലേലിയ എന്ന് പറഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചു, പാസേ എൻ്റെ വീട്ടിൽ നിന്ന് പോയി പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു പോയി പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു എവിടെയാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു ഞാൻ ദുബായിലാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഈ ഫേസ്ബുക്കിൽ മെസ്സേജ് കേട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അദ്ദേഹം വീടുമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പാസ്റ്റർ വിളിക്കണം, വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം. നാളുകളായി വീട് പണി നടന്നിട്ടില്ല, പണി നടക്കുന്നില്ല, എന്തെല്ലാം ചില തടസ്സങ്ങളാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ, പക്ഷെ എൻ്റെ കുടുംബത്തേക്ക് ചെല്ലണമെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്താ? അവരാചാരങ്ങളാണ്, കർമ്മങ്ങളാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുന്നവരെല്ലാം അല്ലെങ്കിൽ മടങ്ങി പോവുകയാണ്, അവരെ കാണുമ്പോൾ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പാസ്റ്ററുകളോട് പോയി പ്രാർത്ഥിക്കാമോ? ഞാൻ എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുത്തത്, കാരണം നമ്മളെ വിളിച്ച ദൈവമല്ലേ, പിന്നെ നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എന്തായാലും ഞാൻ പോകാം. എന്നെ ഒരിക്കലും സഹോദരി വിളിച്ച് ഞാൻ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സഹോദരിയുണ്ട്, ആ സഹോദരൻ്റെ മോളുണ്ട്, സഹോദരൻ്റെ മകനുണ്ട്, അയൽവാസി ഒരു സഹോദരിയുണ്ട്, അപ്പം ചുറ്റോടെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചെന്ന് നമ്മളെന്തിനെ ലോകത്തെ ഭയപ്പെടുന്നത്, ജനത്തെ ഭയപ്പെടുന്നത്? എന്നെ വിളിച്ചത് കർത്താവല്ലേ, എന്നോട് പറഞ്ഞത് ഈ സഹോദരൻ്റെ കണ്ണുനീരല്ലേ. അപ്പം ഞാൻ ആ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ അവൻ യോഗ്യനാണ്. അപ്പം ഞാനവിടെ ചെന്നു. ഞാൻ അവരോട് ആ വീടൊക്കെ കണ്ട് കേട്ടിട്ട് പറഞ്ഞു, സാരമില്ല സഹോദരി, ദൈവാത്ഭുതം ചെയ്യും, ദൈവാത്ഭുതം ചെയ്യും, തടസ്സങ്ങൾ മാറും. ഒരു ചില തടസ്സങ്ങളുണ്ട്, പ്രതികൂലം. ഞാൻ അവരോട് ചില സുവിശേഷത്തിന്റെ സത്യങ്ങൾ പങ്കുവച്ചു. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അവരെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു, യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പിച്ചു. അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്ത് അവർക്ക് വല്ലാത്തൊരു സന്തോഷം, വലിയ ആ സന്തോഷം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോന്നു. ഇപ്പൊ കുടുംബം സമാധാനമായി, സന്തോഷമായി. അതിനുശേഷം അവരുടെ സഹോദരങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേട്ടോ, ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിന്റെ തടസ്സം മാറും. പ്രൈസലോ. അതെൻ്റെ ജീവിതത്തെ തടസ്സങ്ങൾ മാറുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ആവർത്തന പുസ്തകം 26-19 വാക്യം. താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതനാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായി യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമായിരിക്കണമെന്ന് ഇന്ന് നിന്റെ വാമൊഴിയാൽ അല്ലേലൂയ വാങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നീ ദൈവത്തിന് വിശുദ്ധ ജനമായിരിക്കണമെന്ന് നിന്റെ വാമൊഴിയാൽ വാങ്ങിയിരിക്കുന്നത്. അതെ, നീ ദൈവത്തിന് വിശുദ്ധ ജനമായിരുന്നാൽ നിന്റെ വേദനകൾ മാറും. അതെ, നിന്റെ കുടുംബത്തിനകത്ത് ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ചില വേദനയുടെ മാറാത്ത ചില പ്രതിസന്ധികൾ അതിന് ദൈവം മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ ദൈവം നമ്മെ സ്വതന്ത്രമാക്കിയാൽ പൂർണ്ണമായിട്ടാണ്. അതെ, ദേശത്തിന്റെ ശക്തികൾ, പൂരികൾ, ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ചില പൈശാചിക ബന്ധങ്ങൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ചില സ്ത്രീ ശക്തികൾ, ചില പൈശാചിത്യം നിന്റെ കുടുംബത്തെ തകർക്കാൻ, ചില സർപ്പശക്തികൾ, ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവനത്തിൽ വിടുതൽ നിൽക്കാൻ പോവുകയാണ്. കണ്ണുകളുടെ ചാട്ട് ആരെങ്കിലും കണ്ണുനീരിന്റെ തുപ്പത്തിന് അടിപൊളി കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, എനിക്കൊരു വിടുതൽ നൽകണമേ, എനിക്കൊരു ആശ്വാസം നൽകണമേ, എൻ്റെ കഷ്ടങ്ങൾ മാറി കർത്താവേ, എനിക്ക് സന്തോഷമായി ജീവിക്കുക, സമാധാനം ജീവിപ്പാൻ അങ്ങ് എനിക്ക് ആവശ്യമാണ്, എന്നെ പൂർണ്ണമായി തരുമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശൈശവത്തിൽ യൗവനത്തിൽ വാതിരാനും ചോർച്ചയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലേക്ക് സകല ജനത്തെയും കർത്താവിന്റെ കരസേന, വ്യോമസ്നാമി സംഘത്തിന് അതിർത്തി കക്കുന്ന വീസിയാൻ കുഞ്ഞയുടെ സൈന്യത്തിനായി ക്രമസമാധാന വാലയ നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യ ശുഭാക്കളെ കർത്താവ് ഞങ്ങളുടെ ജുഡീഷ്യറിക്കായി, പോലീസിന്റെ സെക്ഷനുകൾക്കായി കർത്താവ്, ക്രൈംബ്രാഞ്ച്, CBI, രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ കർത്താവിന്റെ എക്സൈസ് ഫോഴ്സ്, ഫയർഫോഴ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടലോരവാസികൾ, സമുദ്രത്തിലെ ആഴങ്ങൾ കളിയ ജോലി ചെയ്യുന്നവർ, കർത്താവ് സമുദ്രങ്ങളിൽ മത്സ്യബന്ധനെ കടന്നു വരിക്കുന്നവർ, ഖനികളിലും കമ്പനിയിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലിയൊരു കച്ചവടക്കാർ, വലിയ ചെറുവലിന്റെ വ്യാപാരികളും, ക്ഷീരമേഖലയും കാർഷിക മേഖലയിരിക്കുന്ന സഹമേഖല, പുതുമേഖല, ആത്മമേഖല, സാമ്പത്തിക മേഖലയായിരിക്കുന്ന ഭാഗ്യമേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെ പാടത്തും പറമ്പിലും കൂടിയിലും കല്ലിലും മണ്ണോടും പണിയെടുത്ത് ചോര വീർപ്പാക്കുന്ന ജനം, ദേശരാജ്യങ്ങൾ കടന്നുപോയി പടലാണ്ടി കഷ്ടം സഹിക്കുന്ന വേദന ലഭിക്കുന്നവർ, ദേശരാജ്യ കുടുംബത്തിന്റെ കഷ്ടം സഹിക്കുന്നവർ, അവിടെ വേദന കടന്നു പോകുന്ന സാഗരം കിട്ടാൻ നാട്ടിക്കിടന്നു കഴിയാതെ അടിപ്പത്തത്തി കഴിയുന്നവർ, ജോലി നഷ്ടപ്പെട്ട, വിസ നഷ്ടപ്പെട്ട, പാസ്പോർട്ട് നഷ്ടപ്പെട്ട, പുതുക്കി കിട്ടാൻ വേണ്ടി ഭാരപ്പെടുന്നവർ, വിദേശരാജ്യത്തിൽ
മദ്യത്തിന്റെ കേസുകൾ അകപ്പെട്ട് മദ്യത്തിൽ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ എന്നിവർ കർത്താവ് കുടുംബജീവിതം നഷ്ടമായിട്ടവർ അല്ലെങ്കിൽ തലമുറ കേസിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ തലമുറ മയക്കുവിന് അടിപ്പെടുന്നവർക്ക് വിടുതൽ കർത്താവ് കുടുംബത്തിൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. സകല ജനങ്ങൾ മടങ്ങുന്നവരുടെ ഹൃദയം കർത്താവിന് കൊടുക്കുവാൻ ദയാകണമേ. തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ മാനസാന്തരപ്പെടുവാൻ, മാതാ നേതാക്കന്മാർ മാനസാന്തരപ്പെടും, മാതാ സാമൂഹ്യ സാംസ്കാരിക മീഡിയ എഴുന്നേൽക്കുന്നവർ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരൊക്കെ മാനസാന്തരപ്പെടും മടങ്ങി വരുവാൻ എല്ലാ ഭരണദോഷ പാർട്ടികളും മാനസാന്തരം കൊടുക്കണമേ. ഒരു കൂടി കർത്താവിന്റെ വിദേശ രാജ്യങ്ങളെ പ്രിയപ്പെട്ട് എടുത്ത് ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്തല്ല ഒരു വിടുതലെടുക്കും. കടനീരിന്റെ അനുഭവം കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. പാവം, ശാപം, രോഗം, വേദനകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, വിടുതലില്ലാതെ കിടക്കുന്ന കുടുംബങ്ങളിലെ വിടുതൽ കൊടുക്കണമേ. ദൈവനാമത്തെ സ്നേഹിച്ച് കേരളത്തിൽ വിദേശ കർത്താവിന് വേല ചെയ്യുന്ന ദൈവദാസിദാസന്മാരെ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. 2 വീലർ 3 വീലർ 4 വീലർ യാത്ര ചെയ്യുന്നവർ, കർത്താവ് വെടിയും കടലും കായലിലും കർത്താവ് ആകാശത്തിലൊക്കെ വാഹനം ഓടിക്കുന്നവരെ, പാടൽ കർത്താവ് എല്ലാ ടൈസുകളും കൺസ്ട്രക്ഷൻ മെക്കാനിക്കും മോട്ടോറും യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സകല ജനങ്ങളെയും എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല ജനങ്ങളും മടങ്ങി വരട്ടെ. വക്രത കോട്ടമുള്ള തലമുറയിൽ നിന്ന് ഈ ജനം പിടിപ്പിക്കപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ ഭാവിപ്പാൻ ഈ ജനത്തെ ഇതോടെ ഒരുക്കണമേ. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങൾ തലമുറയെ നശിപ്പിക്കുന്ന ഈ അബ്കാരികളെ, മയക്കുമരുന്ന് രോഗികളെ സന്ദർശിക്കാനായി തലമുറകൾ വിടിവിക്കപ്പെടുവാൻ കർത്താവിന്റെ LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, കോളേജ്, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ, ജോലി മേഖലയിൽ തലമുറയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ മാഫിയ സംഘങ്ങളെ ദൈവം സന്ദർശിക്കണമേ. വിടുതൽ കുടുംബത്തിന് കൊടുക്കട്ടെ. എല്ലാ കുടുംബങ്ങളും വിടുതൽ ഭാവിക്കാനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.